നമുക്ക് പലർക്കും ഉണ്ടാവുന്ന കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലത്തെയാണ് ഇന്ന് നമ്മൾ അഡ്രസ് ചെയ്യുന്നത്. തിങ്കളാഴ്ച രാവിലെ മാർക്കറ്റ് തുറക്കുമ്പോൾ തന്നെ ഒരു ടെൻഷനാണ്. ശനിയാഴ്ചയും ഞായറാഴ്ചയും മാർക്കറ്റുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് നന്നായിട്ടൊന്ന് ഉറങ്ങി ഫാമിലിയുടെ കൂടെയൊക്കെ എൻജോയ് ചെയ്തു, മൊത്തം ഒന്ന് കറങ്ങി നടന്നു. തിങ്കളാഴ്ച ഒരു പുതിയ ആഴ്ച വളരെ ഫ്രഷ് ആയിട്ട് നമുക്ക് മാർക്കറ്റിലേക്ക് എൻട്രി ചെയ്യാൻ തുടങ്ങുമ്പോൾ ഏത് സ്റ്റോക്ക് വാങ്ങണം, എവിടെ തുടങ്ങണം ഒന്നും അറിയാത്ത ഒരു അവസ്ഥ, ഒരു വലിയ ടെൻഷൻ നിങ്ങൾക്ക് പലപ്പോഴും സംഭവിച്ചിട്ടുണ്ടാകാവുന്ന ഒരവസ്ഥ തന്നെയാണ്. മനസ്സിലാകെ ഓർമ്മ വരുന്നത് കഴിഞ്ഞ ആഴ്ചയിൽ കുറച്ച് സ്റ്റോക്കുകൾ ബ്ലൈൻഡ് ആയിട്ട് വാങ്ങി, അതൊക്കെ ഇനി ചെയ്യാൻ പാടില്ല, ഇത്തരത്തിലുള്ള ഒരു എൻട്രിയും ഇനി ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ കുറെ നഷ്ടം ഉണ്ടായി. ആ നഷ്ടം ഈ ആഴ്ച എങ്ങനെയെങ്കിലും അത് മേക്കപ്പ് ചെയ്തെടുക്കണം. നമ്മുടെ ക്യാപിറ്റൽ ലോസ് അതൊന്ന് റിക്കവർ ചെയ്യണം. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിലെ ലോസ് തിരിച്ചു പിടിക്കാനുള്ള ഒരു വെപ്രാളം, അല്ലെങ്കിൽ കിട്ടിയ പ്രോഫിറ്റ് കയ്യിൽ നിന്ന് പോകുമോ എന്നുള്ള ഒരു പേടി, അവസാനം ഒരു പ്ലാനുമില്ലാതെ മാർക്കറ്റ് തുറന്ന ഉടനെ ഏതെങ്കിലും ഒരു ട്രേഡിൽ കയറി കൈകൊള്ളുന്ന ഒരു സ്ഥിരം പരിപാടി. അപ്പൊ ഇനി നമുക്കൊരു വേറൊരു സീൻ ചിന്തിച്ചാലോ? ഞായറാഴ്ച രാത്രി നിങ്ങൾ റിലാക്സ് ആയിട്ടിരിക്കുന്നു, തിങ്കളാഴ്ച രാവിലെ എഴുന്നേൽക്കുമ്പോൾ ടെൻഷൻ ഒന്നുമില്ല. കാരണം മാർക്കറ്റിൽ എന്ത് സംഭവിച്ചാലും നേരിടാൻ നിങ്ങൾ റെഡിയാണ്. ഏതൊക്കെ സ്റ്റോക്കാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഐഡിയ ഉണ്ട്. നിങ്ങൾക്ക് ഒരു കൃത്യമായിട്ടുള്ള വാച്ച് ലിസ്റ്റ് ഉണ്ട്. എവിടെ എൻട്രി എടുക്കണം, എവിടെ സ്റ്റോപ്പ് ലോസ് വെക്കണം എന്നൊക്കെ ചാർട്ടിൽ കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു പ്രൊഫഷണൽ ട്രേഡറെ പോലെ നല്ല കോൺഫിഡൻസോടെ നിങ്ങൾ പുതിയൊരു ട്രേഡിംഗ് ആഴ്ചയിലേക്ക് കാലിടും. അപ്പൊ ഒരു സിനിമാ കഥയൊന്നുമല്ല, നല്ലൊരു പ്ലാനിംഗ് ഉണ്ടെങ്കിൽ ആർക്കും ഈ ഒരു ലെവലിലേക്ക് എത്താൻ പറ്റും. എപ്പോഴും ജയിക്കുന്നവരും തോൽക്കുന്നവരും തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസം ഈ ഒരു പ്ലാനിംഗ് തന്നെയായിരിക്കും. വീഡിയോയിൽ നിങ്ങളുടെ വീക്കെൻഡിലെ വെറും 2 മണിക്കൂർ കൊണ്ട് അടുത്ത ആഴ്ചയിലെ ട്രേഡിംഗ് ഒരു പ്രൊഫഷണലെ പോലെ എങ്ങനെ പ്ലാൻ ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞു തരാൻ ശ്രമിക്കുകയാണ്. ഈ ഒരു 2 മണിക്കൂർ നിങ്ങളുടെ ട്രേഡിംഗ് സ്റ്റൈൽ തന്നെ മാറ്റിയെടുക്കാൻ ഉതകുന്നതാണ്. അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായിട്ട് കാണുക, നല്ലൊരു ഇൻവെസ്റ്റർ ആയിട്ട് മുന്നോട്ട് വരിക. വെൽക്കം ടു ദ ഐ ഓപ്പണർ വീഡിയോ ഓഫ് തനം സ്മാർട്ട് സേവിംഗ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പ്ലാൻ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആകുന്നത്? ദ വൈ. ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരു വലിയ ബിസിനസ് പോലെ തന്നെയാണ്. ഏത് ബിസിനസ്സും വിജയിക്കാനും നല്ലൊരു പ്ലാനിങ് വളരെ അത്യന്താപേക്ഷിതമാണ്. മാർക്കറ്റ് തുറന്ന ശേഷം നമ്മൾ ചിന്തിക്കാൻ നടക്കുമ്പോൾ ഒരുപാട് വൈകി പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ ബയാസ്ഡ് ആവും. നിഫ്റ്റിയുടെ വാല്യൂസ്, മാർക്കറ്റിലെ ഫ്ലക്ച്വേഷൻസ്, ചില സ്റ്റോക്കുകളുടെ ഹൈ ആൻഡ് ലോ, അപ്പർ സർക്യൂട്ട്, ലോവർ സർക്യൂട്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഓൾറെഡി പമ്പ് ചെയ്തിട്ടുണ്ടാവും. ഈ ഒരു ഡേറ്റകൾ കാരണം കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ് അല്ലെങ്കിൽ നല്ല രീതിയിൽ ചിന്തിക്കാൻ നമുക്ക് കഴിഞ്ഞെന്ന് വരില്ല. നമ്മുടെ ഡിസിഷൻസിനെ ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് ഫിയറും ഗ്രീഡും ഒക്കെ പോലെയുള്ള ഇമോഷൻസ് തന്നെയായിരിക്കും. കയ്യിലൊരു കൃത്യമായിട്ടുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ മാർക്കറ്റ് തുറക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഒരു മെന്റലി ഒരു പടി മുന്നിലായിരിക്കും. പ്ലാനോടെ ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ റിയാക്റ്റീവ് ട്രേഡിംഗിൽ നിന്ന് പ്രൊആക്റ്റീവ് ട്രേഡിംഗിലേക്ക് മാറുകയാണ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ മാർക്കറ്റിൽ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ അയ്യോ ഞാൻ ഇതിനകത്ത് മിസ്സായി പോകും എന്ന് പേടിച്ച് ഓടി വന്ന് ഡിസിഷൻസ് എടുക്കുന്നതിന് പകരം മാർക്കറ്റ് ഇന്ന് എന്ത് സംഭവിച്ചാലും ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇതാണ് എന്റെ ഓരോ ആക്ഷനും ഉള്ള റിയാക്ഷൻ. ഈ ഒരു ക്ലാരിറ്റിയാണ് പ്രൊഫഷണൽ ട്രേഡർമാരുടെ ഏറ്റവും വലിയ കരുത്ത്. അപ്പോ 2 മണിക്കൂർ പ്ലാൻ ഈ നിങ്ങളെ ഇമോഷണൽ തീരുമാനങ്ങളിൽ നിന്ന് രക്ഷിക്കുകയും കൂടുതൽ ഡിസിപ്ലിനോടെയും കോൺഫിഡൻസോടെയും ട്രേഡ് ചെയ്യാൻ പഠിപ്പിക്കുകയും ചെയ്യും. അപ്പോ 2 മണിക്കൂറിന്റെ ഒരു ബ്ലൂ പ്രിന്റ് നിങ്ങൾക്ക് മുമ്പിലേക്ക് എടുത്തു വെക്കുകയാണ്. ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. ശനിയാഴ്ചയോ ഞായറാഴ്ചയോ അങ്ങനെ ഒരു പ്രത്യേക ദിവസം നമ്മൾ സെലക്ട് ചെയ്യേണ്ട കാര്യമില്ല. ഇതിലേതെങ്കിലും ഒരു ദിവസം 2 മണിക്കൂർ ഇതിനായിട്ട് മാറ്റി വെക്കണം. ഒരു നോട്ട് ബുക്കും പേനയും കയ്യിൽ കരുതുന്ന കാര്യങ്ങൾ ഈസിയാക്കും. ആദ്യത്തെ 30 മിനിറ്റ് കഴിഞ്ഞ ആഴ്ചയുടെ ഒരു പോസ്റ്റ്മോർട്ടമാണ് നമ്മൾ ചെയ്യുന്നത്. മാർക്കറ്റ് റിവ്യൂ ആൻഡ് സെൽഫ് റിഫ്ലക്ഷൻസ്. ഒന്നാമതായിട്ട് കഴിഞ്ഞ ആഴ്ച മാർക്കറ്റ് എങ്ങനെയായിരുന്നു എന്ന് റിവ്യൂ ചെയ്യുക. രണ്ടാമതായിട്ട് ഒരു ട്രേഡർ എന്ന നിലയിൽ നമ്മളുടെ സ്വന്തം പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കൂടി വിലയിരുത്തുക. അത് നമ്മളുടെ ആ ഒരു നോട്ട്ബുക്കിൽ എഴുതി വെക്കുക. ആദ്യമായിട്ട് മാർക്കറ്റിന്റെ കാര്യം നോക്കാം. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി എന്നിവയുടെ വീക്ക്ലി ചാർട്ട് എടുക്കുക. കഴിഞ്ഞ ആഴ്ചയിലെ ക്യാൻഡിൽ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഒരു വലിയ ഗ്രീൻ ക്യാൻഡിലാണോ അതോ റെഡ് ക്യാൻഡിലാണോ? അല്ലെങ്കിൽ മാർക്കറ്റ് ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട സപ്പോർട്ടിലോ റെസിസ്റ്റൻസിലോ ആണോ ക്ലോസ് ചെയ്തത്? മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ ട്രെൻഡ് എന്താണ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത്? മുകളിലേക്കോ താഴേക്കോ ആണോ അതോ ഒരു റേഞ്ചിൽ ഇങ്ങനെ റേഞ്ച് ബൗണ്ട് ആയിട്ട് നിൽക്കുകയാണോ എന്ന് കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. മാർക്കറ്റിന്റെ ഒരു വലിയ ചിത്രം, ബിഗ് പിക്ചർ നിങ്ങൾക്ക് തരുന്നു. കൂടാതെ S&P 500, നസ്ഡാക്ക് പോലെയുള്ള ഗ്ലോബൽ മാർക്കറ്റുകൾ എങ്ങനെയുണ്ടായിരുന്നു എന്നുകൂടി നമ്മൾ നോക്കുന്നത് നല്ലതാണ്. കാരണം അവിടുത്തെ കാറ്റ് പലപ്പോഴും നമ്മളുടെ തീരത്തും അടിക്കാറുണ്ട് എന്നുള്ളതാണ് ഇതിന് കാരണം. നമ്മുടെ പെർഫോമൻസ് ആണ് ഇനിയും വെരിഫൈ ചെയ്ത് പോകേണ്ടത്. ട്രേഡിംഗ് ജേർണലും തുറന്നു നോക്കുക. കഴിഞ്ഞ ആഴ്ച നിങ്ങൾ എടുത്ത ട്രേഡുകൾ ഓരോന്നായിട്ട് പരിശോധിക്കുക. ഏതൊക്കെ ട്രേഡുകൾ പ്രോഫിറ്റിലായി, ഏതൊക്കെ ലോസിലായി, പ്രോഫിറ്റ് കിട്ടിയ ട്രേഡിന് പിന്നിലെ കാരണം എന്തായിരുന്നു, നിങ്ങളുടെ പ്ലാൻ അനുസരിച്ചാണോ ട്രേഡ് എടുത്തത്, അതുപോലെ ലോസ് വന്ന ട്രേഡ്സ് നന്നായിട്ട് അനലൈസ് ചെയ്യുക. എവിടെയാണ് തെറ്റിയത്? ഒരുപക്ഷെ സ്റ്റോപ്പ് ലോസ് വെക്കാത്തത് കൊണ്ടാവാം, അല്ലെങ്കിൽ ട്രെൻഡിനെതിരെ ട്രേഡ് ചെയ്തതാവാം. ഈ ഒരു തെറ്റുകൾ നോട്ട്ബുക്കിൽ കുറിച്ച് വെക്കുക. ഇനി അടുത്ത 30 മിനിറ്റ് അടുത്ത ആഴ്ചയിലെ ആ ഒരു സ്റ്റാർസിനെ കണ്ടെത്താനുള്ള ഒരു അവസരമാണ് സ്റ്റോക്ക് സെലക്ഷൻ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്.
ട്രേഡ് ചെയ്യാൻ പറ്റിയ നല്ല സ്റ്റോക്കുകളെ നമ്മൾ സ്കൗട്ട് ചെയ്ത് കണ്ടെത്താൻ പോവുകയാണ്. ആയിരക്കണക്കിന് സ്റ്റോക്കിൽ മിടുക്കന്മാർ ആരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നു. പല സ്ക്രീനിങ് ടെക്നിക്കുകളും നമുക്ക് ഉപയോഗിക്കാം. സെക്ടർ അനാലിസിസ് ആണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള വഴി. കഴിഞ്ഞ ആഴ്ചയിൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്ത സെക്ടറുകൾ ഏതൊക്കെയാണെന്ന് നോക്കുക. ഉദാഹരണത്തിന് റിയാലിറ്റി സെക്ടർ നല്ല ബുള്ളിഷ് ആണെങ്കിൽ ആ സെക്ടറിലെ ലീഡേഴ്സ് ആയിട്ടുള്ള DLF, ഗോദറേജ് പ്രോപ്പർട്ടീസ് പോലെയുള്ള സ്റ്റോക്കുകളെ നമ്മുടെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യുക. തുടർന്ന് ആ സ്റ്റോക്കുകളിൽ ഏതിനാണ് ബെറ്റർ പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിഞ്ഞത് എന്ന് കൂടി മനസ്സിലാക്കി ആ സ്റ്റോക്കുകളെ ഫിൽട്ടർ ഔട്ട് ചെയ്യുക. മറ്റൊരു മെത്തേഡാണ് ടെക്നിക്കൽ സ്ക്രീനേഴ്സ്, ട്രേഡിംഗ് വ്യൂ, ചാർട്ടിംഗ് പോലെയുള്ള വെബ്സൈറ്റുകളിൽ ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന സ്ക്രീനേഴ്സ്. 52 വീക്ക് ഹൈയിൽ ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്കുകൾ എന്നൊരു സ്ക്രീനർ റൺ ചെയ്താൽ അത്തരത്തിലുള്ള സ്റ്റോക്കുകൾക്ക് നല്ല മൊമെന്റം ഉണ്ടാവും, ഒരു ബ്രേക്ക്ഔട്ട് സാധ്യത ഉണ്ടാവും. പക്ഷെ സൂക്ഷിക്കുക, ബ്രേക്ക്ഔട്ട് എപ്പോഴും ക്ലിക്ക് ആവണമെന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ അനാലിസിസ് ചെയ്ത് ഇതുപോലെ വോളിയം കൂടിയ സ്റ്റോക്കുകൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട മൂവിംഗ് ആവറേജുകൾക്ക് മുകളിൽ നിൽക്കുന്ന അത്തരത്തിലുള്ള സ്റ്റോക്കുകളെയൊക്കെ നമുക്ക് സ്ക്രീനറുകളിൽ കൂടി ഐഡന്റിഫൈ ചെയ്ത് നമ്മുടെ വാച്ച് ലിസ്റ്റ് ആഡ് ചെയ്യാം. അപ്പൊ ഈ പണി കഴിയുമ്പോഴേക്കും നിങ്ങളുടെ കയ്യിൽ ഏകദേശം ഒരു 10-15 സ്റ്റോക്സിന്റെ ഒരു ലിസ്റ്റ് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പിലേക്കുള്ള ഒരു റോ മെറ്റീരിയൽ. ഇനി അടുത്ത 30 മിനിറ്റ്, മൂന്നാമത്തെ 30 മിനിറ്റ് നമ്മൾ ചാർട്ടുകളുടെ ഡീറ്റെയിൽ പരിശോധനയാണ് ഇവിടെ നടത്തുന്നത്. ഡീറ്റെയിൽ ചാർട്ട് അനാലിസിസിൽ നേരത്തെ കിട്ടിയ 10-15 സ്റ്റോക്സിന്റെ ചാർട്ട് ഓരോന്നായിട്ട് അനലൈസ് ചെയ്യുകയാണ്. ഓരോ സ്റ്റോക്സിന്റെയും ഡെയിലി, ഹവർലി ചാർട്ടുകൾ തുറന്നു വെക്കുക. അതിന് തന്നെ പ്രധാനപ്പെട്ട സപ്പോർട്ട്, റെസിസ്റ്റൻസ് സോണുകൾ മാർക്ക് ചെയ്യുക. ഒറ്റ വരെയല്ല, ഇതൊരു സോണായിട്ട് തന്നെ മാർക്ക് ചെയ്യണം. പ്രൈസ് ഇതിനു മുമ്പ് എവിടെ നിന്നൊക്കെ തട്ടി മുകളിലേക്ക് പോയി, എവിടെ തട്ടി താഴേക്ക് വന്നു എന്നൊക്കെ കൃത്യമായിട്ട് ആ ഒരു ഏരിയ മാർക്ക് ചെയ്ത് വെക്കുക. അടുത്തായിട്ട് ട്രെൻഡ് ലൈൻ വരച്ച് നോക്കുക. സ്റ്റോക്ക് ഒരു അപ് ട്രെൻഡിലാണോ അല്ലെങ്കിൽ ഡൗൺ ട്രെൻഡിലാണോ എന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. എന്തെങ്കിലും പ്രധാനപ്പെട്ട ചാർട്ട് പാറ്റേൺ രൂപപ്പെടുന്നുണ്ടോ, ഒരു ഡിറ്റക്റ്റീവിനെ പോലെ നിങ്ങളത് കണ്ടെത്താൻ ശ്രമിക്കേണ്ടതുണ്ട്. ട്രയാങ്കിൾ പാറ്റേൺ, ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ അല്ലെങ്കിൽ ഒരു ഫ്ലാഗ് പാറ്റേൺ ഒക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ? ഇത്തരം പാറ്റേണുകൾ പലപ്പോഴും ഒരു ബ്രേക്ക്ഔട്ടിന്റെയോ അല്ലെങ്കിൽ ബ്രേക്ക് ഡൗണിന്റെയോ സൂചനകളായേക്കാം. അപ്പൊ ഈ പരിശോധന കഴിയുമ്പോഴേക്കും നമ്മുടെ കയ്യിലുണ്ടായിരുന്ന 10-15 സ്റ്റോക്കുകളിൽ നിന്ന് ഏറ്റവും മികച്ച വ്യക്തമായിട്ടുള്ള ഒരു ട്രേഡ് സെറ്റപ്പ് തരുന്ന 4-5 സ്റ്റോക്കുകളിലായിട്ട് നമ്മുടെ ലിസ്റ്റ് ചുരുങ്ങിയിട്ടുണ്ടാവും. അപ്പൊ ഇനി അവസാനത്തെ 30 മിനിറ്റ് നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഫൈനൽ വാച്ച് ലിസ്റ്റും ഗെയിം പ്ലാനും ആണ് നമ്മളിവിടെ ഫിക്സ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ഘട്ടത്തിൽ നമ്മളൊരു ഫൈനൽ ടച്ച് ചെയ്യുകയാണ്. ഫൈനൽ വാച്ച് ലിസ്റ്റ് ഉണ്ടാക്കുന്നു. ഓരോ സ്റ്റോക്കിനും ഓരോ ഡീറ്റെയിലിംഗ് ഗെയിം പ്ലാൻ തയ്യാറാക്കുന്നു. നിങ്ങൾ തെരഞ്ഞെടുത്ത 4-5 സ്റ്റോക്കുകൾ നിങ്ങളുടെ ട്രേഡിംഗ് ടെർമിനലിൽ മൺഡേ വാച്ച് ലിസ്റ്റ് എന്ന പേരിൽ ഒരു പുതിയ വാച്ച് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് സേവ് ചെയ്ത് വെക്കുക. ഓരോ സ്റ്റോക്സിനും താഴെ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതണം. സ്റ്റോക്കിന്റെ പേര്, എന്തിന് ട്രേഡ് ചെയ്യുന്നു, ഉദാഹരണത്തിന് ഡെയിലി ചാർട്ടിൽ ട്രയാങ്കിൾ പാറ്റേൺ ബ്രേക്ക്ഔട്ടിന്റെ സാധ്യതയുണ്ട്, ഇതുപോലെയൊക്കെയുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ കൂടി എഴുതി വെക്കുന്നത് നല്ലതാണ്. എവിടെ എൻട്രി എടുക്കും എന്നുള്ള ഒരു പ്ലാന്, കൃത്യമായിട്ട് ഏത് പ്രൈസിന് മുകളിൽ വാങ്ങാനാണ് പ്ലാൻ, ഉദാഹരണത്തിന് ബൈ അബവ് 1050 എന്നൊക്കെ പോലെയുള്ള മാർക്കിംഗ് അവിടെ നല്ലതായിരിക്കും. എവിടെയാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത്, ട്രേഡ് വിചാരിച്ച പോലെ പോയില്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് എങ്ങനെ ചെയ്യാം, അതുപോലെ തന്നെ ടാർഗറ്റ് എങ്ങനെ ഫിക്സ് ചെയ്യാൻ പറ്റും, എവിടെയാണ് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, മുമ്പത്തെ റെസിസ്റ്റൻസ് ലെവലായിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് എഴുതി വെക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ റിസ്ക് റിവാർഡ്, നിങ്ങളുടെ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ട്രേഡ് എടുക്കുന്നതായിട്ട് കണക്കാക്കുക. സാധാരണയായിട്ട് 1:2 ആണെങ്കിൽ അതിൽ കൂടുതൽ റിവാർഡ് കിട്ടുന്ന ട്രേഡ്സ് ആണ് നല്ലത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങൾ ഓരോ സ്റ്റോക്കിലും എഴുതി വെക്കുന്നതിലൂടെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ക്ലാരിറ്റി കിട്ടും. തിങ്കളാഴ്ച മാർക്കറ്റ് തുറക്കുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധ മുഴുവൻ ഈ ഒരു വാച്ച് ലിസ്റ്റിലുള്ള സ്റ്റോക്കുകളിൽ മാത്രമാകും. നിങ്ങളുടെ പ്ലാൻ അനുസരിച്ച് എൻട്രി ലെവൽ വന്നാൽ മാത്രം ട്രേഡ് എടുക്കുക, ഇല്ലെങ്കിൽ മിണ്ടാതെ മാറി നിൽക്കുക. ഓരോ ട്രേഡും എടുക്കാതിരിക്കുന്നതും ഒരു നല്ല ട്രേഡിംഗ് തീരുമാനം തന്നെയാണ്. അപ്പൊ നമുക്ക് ഇനി ഈ ഒരു പറഞ്ഞു വെച്ച സ്റ്റോറികളിൽ നിന്ന് മാറി നമുക്കൊരു എക്സാമ്പിളിലേക്ക് പോകാം. ഒരു റിയൽ വേൾഡ് വാക്ക് ത്രൂ നമുക്ക് വളരെ അത്യാവശ്യമാണ്. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ അത് തന്നെയാണ് ഏറ്റവും നല്ല മാർഗം. അപ്പോൾ 2026 ജൂൺ അവസാനത്തിലെ വീക്കെൻഡ് അനാലിസിസിൽ HDFC ബാങ്ക് എന്ന സ്റ്റോക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. നമ്മൾ നോക്കുമ്പോൾ കഴിഞ്ഞ ആഴ്ച ബാങ്കിങ് സെക്ടർ, അതായത് ബാങ്ക് നിഫ്റ്റി റേഞ്ചിലായിരുന്നു. പക്ഷേ HDFC ബാങ്ക് പോസിറ്റീവായിട്ടാണ് ട്രേഡ് ചെയ്തത്. കഴിഞ്ഞ ഒരു മാസമായിട്ട് സ്റ്റോക്കിൽ ഒരു ചെറിയ മുന്നേറ്റം കാണിക്കുന്നുണ്ട്. അപ്പോ രണ്ടാമതായിട്ട് ബാങ്കിങ് സെക്ടർ മുന്നോട്ട് കുതിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ടും അതിലെ പ്രധാനിയായിട്ടുള്ള HDFC ബാങ്ക് ശക്തിയുള്ള ഒരു സ്റ്റോക്ക് ആയതുകൊണ്ടും നമുക്കതിനെ നമ്മുടെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് ഇനി ഈ ചാർട്ട് അനാലിസിസിൽ ഡെയിലി ചാർട്ട് നോക്കുമ്പോൾ സ്റ്റോക്ക് ഏകദേശം ഈ ഒരു റേഞ്ചിലാണുള്ളത്. റെസിസ്റ്റൻസ് സോണിന് അടുത്താണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഈ ഒരു ലെവൽ ഇതിനു മുമ്പ് മറികടക്കാൻ സ്റ്റോക്ക് ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു സപ്പോർട്ട് ഈ ഒരു ലെവലിൽ ഇവിടെ കാണിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ലെവൽ ശക്തമായിട്ട് ബ്രേക്ക് ചെയ്താൽ നല്ലൊരു മുന്നേറ്റത്തിന് സാധ്യതയുണ്ട് എന്ന് നമുക്ക് ഉറപ്പാണ്. നാലാമത്തെ ഘട്ടം, അതായത് ട്രേഡിംഗ് പ്ലാൻ, നമ്മുടെ നോട്ട്ബുക്കിൽ നമ്മൾ ഇങ്ങനെ എഴുതുകയാണ്. സ്റ്റോക്ക് HDFC, ലോജിക്ക്, ഈ ഒരു പ്രധാന റെസിസ്റ്റൻസ് ലെവലിലെ ഒരു നമ്പർ നമ്മളിവിടെ എഴുതുകയാണ്. ഒരു ബ്രേക്ക്ഔട്ട് ഈ ഒരു ഏരിയയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നു. എൻട്രി, സ്റ്റോപ്പ് ലോസ്, ടാർഗറ്റ് ഇവയൊക്കെ നമ്മളിവിടെ എഴുതി വെക്കുകയാണ്. അതുപോലെ തന്നെ റിസ്ക് റിവാർഡ് 1:2 അവൈലബിൾ ആണ് എന്ന് കൂടി നമ്മൾ മാർക്ക് ചെയ്യുകയാണ്. അപ്പൊ കണ്ടല്ലോ, തിങ്കളാഴ്ച HDFC ബാങ്കിൽ നിന്ന് എന്ത് ചെയ്യണം എന്ന് നമുക്കൊരു നല്ല വ്യക്തത തരുന്ന ഒരു മാർക്കിംഗ് ആണ് നമ്മളിവിടെ ചെയ്തത്. അതുപോലെ തന്നെ നമ്മൾ കൃത്യമായിട്ട് ഒരു പ്ലാനിങ്ങും ഇവിടെ ചെയ്തിട്ടുണ്ട്. ഏതൊരു കാരണവശാലും നമ്മുടെ ഈ സ്റ്റോപ്പ് ലോസിന് താഴെ വന്നാൽ ആ സ്റ്റോക്ക് നമ്മൾ വിറ്റൊഴിയും. ഇതിനിടയിൽ എന്ത് സംഭവിച്ചാലും നമ്മൾ പ്ലാനിൽ ഉറച്ചു നിൽക്കും.
ഇതാണ് ആ ഒരു പ്രൊഫഷണൽ അപ്രോച്ച്. അപ്പോൾ നിങ്ങൾക്ക് ഒരു എക്സാമ്പിളിന് വേണ്ടി ഞാനൊരു പഴയ ഡേറ്റ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതിനുശേഷമുള്ള മൂവ്മെന്റ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാം. പക്ഷെ എങ്കിലും നമുക്ക് ആ ഒരു വീക്ക്ലി അനാലിസിസ് ബേസ്ഡ് ആയിട്ട് എങ്ങനെയാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്ലാൻ ചെയ്യുന്നത് എന്നാണ് ഞാനിവിടെ കാണിച്ചത്. അപ്പൊ ഇനി നമുക്കൊരു കൺക്ലൂഷനിലേക്ക് കിടക്കാം. 2 മണിക്കൂർ പ്ലാൻ ആദ്യമൊക്കെ ചെറിയ ബുദ്ധിമുട്ടായിട്ട് തോന്നാം. പക്ഷെ 1-2 ആഴ്ചയൊക്കെ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുമ്പോൾ പതിയെ ഇത് നിങ്ങളുടെ ട്രേഡിങ്ങിന്റെ ഒരു ഭാഗമായിട്ട് മാറും. പ്ലാൻ ഇല്ലാതെ ട്രേഡ് ചെയ്യുന്ന ആ ഒരു പഴയ കാലത്തേക്ക് തിരിഞ്ഞു നോക്കാൻ നിങ്ങൾക്ക് വലിയ പേടി തോന്നും. ഈ ഒരു പ്ലാൻ തരുന്ന കോൺഫിഡൻസും ക്ലാരിറ്റിയും അത്ര വലുതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വീക്കെൻഡിൽ ഈ 2 മണിക്കൂർ ബ്ലൂ പ്രിന്റ് ഒന്ന് പരീക്ഷിക്കുക. നിങ്ങളുടെ ട്രേഡിംഗ് ജേർണലിൽ ഈ ഒരു പ്ലാൻ എഴുതി തയ്യാറാക്കുക. അതിന്റെ വ്യത്യാസം അടുത്ത ആഴ്ചയിൽ നിങ്ങളുടെ ട്രേഡിംഗിൽ നിങ്ങൾക്ക് നേരിട്ട് കാണാൻ കഴിയും. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ ട്രേഡേഴ്സ് ആയിട്ടുള്ള ഫ്രണ്ട്സിന് കൂടി ഈ വീഡിയോ ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. കൂടുതൽ വീഡിയോക്കായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ താഴെയുള്ള ഹൈപ്പ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കുക. അപ്പോൾ ഓർക്കുക, ഒറ്റ രാത്രി കൊണ്ട് ആരും ഒരു നല്ല ട്രേഡർ ആകുന്നില്ല. അതിന് പേഷ്യൻസ്, ഡിസിപ്ലിൻ, നിരന്തരമായിട്ടുള്ള ലേണിംഗ് ഇവയൊക്കെ ആവശ്യമാണ്. അപ്പൊ ഈ വീക്കെൻഡ് പ്ലാൻ ആ ഡിസിപ്ലിനിലേക്കുള്ള നിങ്ങളുടെ ആദ്യത്തെ ചുവടുവെപ്പാകാൻ ഞാൻ ആശംസിക്കുന്നു. എല്ലാവർക്കും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് വീക്ക് ആശംസിക്കുന്നു. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ഹാപ്പി ഇൻവെസ്റ്റ്. സ്റ്റോക്ക് മാർക്കറ്റിലെ ന്യൂസുകളെയും അതുപോലെ തന്നെ അപ്ഡേറ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് നമുക്കുണ്ട്. ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ ന്യൂസുകളുമായിട്ട് നാളെ വീണ്ടും വരാം. ബൈ.